ഇത് 7/5 അല്ലേ? ഇത് 9/6. ഓക്കെ. പിന്നുള്ളത് ഏതാ? 8/6 ഉണ്ട്. അപ്പോൾ എല്ലാ സൈസും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലാ ഡെൻസിറ്റിയുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ പുതിയൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെക്ഷൻ സർജറി കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തിന് ശേഷം ഇന്നാണ് ഞാൻ സെക്കൻഡ് സെക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 വർഷത്തോളം കാലം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ ക്രൗൺ ഏരിയ ഞാൻ കവർ ചെയ്തത് ഒരു പാച്ച് വെച്ചിട്ടായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർക്ക് പല കേസുകൾ കൊണ്ട് സർജറി നടക്കാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരുപക്ഷെ അവരുടെ ഡോണർ ഏരിയയുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പലർക്കും സർജറി നടക്കാതെ, ഈ ട്രാൻസ്പ്ലാന്റ് സർജറി നടക്കാതെ പോയിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫൈനൽ സൊല്യൂഷൻ കൂടി നമ്മുടെ ലാ ഡെൻസിറ്റിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഹെയർ പാച്ചസ്. ഈ ഹെയർ പാച്ചസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എൻ്റെ ഇത്രയും ഭാഗത്ത് മുടിയില്ല. ഇത്രയും ഭാഗത്ത് ഞാൻ മുടിയില്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു പാച്ച് വെച്ച് കവർ ചെയ്തിട്ടായിരുന്നു ഈ 2 വർഷത്തോളം ഞാൻ അഭിനയിച്ചതും കാര്യങ്ങളും ഞാൻ പുറത്തിറങ്ങിയതും നടന്നതുമല്ല. അപ്പോൾ ഈ ഹെയർ പാച്ചസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഷണ്ടിയിൽ നിന്നും നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടിയിലാണ് ഹെയർ പാച്ചസ് എന്ന് പറയുന്നത്. അതും കൂടി നമ്മൾ ലാ ഡെൻസിറ്റിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത ആരും വിഷമിക്കേണ്ട, അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ ലാ ഡെൻസിറ്റിയിലുണ്ട്, ഇവിടെ ഉണ്ട്. എല്ലാ മെഷർമെൻറ്റിലുള്ള നല്ല അടിപൊളി, നല്ല നാച്ചുറൽ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം, നാച്ചുറൽ ഹ്യൂമൻ ഹെയർ വെച്ചിട്ടുള്ള സാധനം തന്നെയാണ്. പക്ക ഫസ്റ്റ് ക്വാളിറ്റി ഫിനിഷിങ്. അത് ചെയ്യാൻ ഇവിടെ പ്രത്യേകം ടെക്നീഷ്യന്മാരുണ്ട്, അതിനുള്ള ഏരിയ ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ തന്നെ. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇത് സ്റ്റിക്കർ ബേസ് ഉണ്ടല്ലേ? സ്റ്റിക്കർ ബേസ് ആണ്. സ്റ്റിക്കർ ബേസ് ഉണ്ട്, ക്ലിപ്പും ഉണ്ട്, രണ്ടും ഉണ്ട്. അതായത് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളൊരു 14-15 ദിവസത്തിൽ കൂടുതൽ നമുക്ക് തലയിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. വീണ്ടും അത് ഇവിടെ ഇവിടെ ചെറിയ കൺസൾട്ടേഷൻ ഇവിടെ വന്നതിന് ശേഷം അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിപ്പെന്ന് പറഞ്ഞാലും നമ്മുടെ മുടിയിൽ ഒരു 3-4 ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യണം. അത് നമുക്ക് തന്നെ ഡെയിലി നമുക്ക് മാറ്റി രാവിലെ എഴുന്നേറ്റ് നമുക്ക് വീണ്ടും ക്ലിപ്പ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന ടെക്നോളജിയാണ്. അങ്ങനെ എല്ലാ ടെക്നോളജിയിലുള്ള പാച്ചസും വിഗ്സും ഇവിടെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അതും കൂടെ പറയാനാണ്. ഇനി എല്ലാവരുടെയും വിഷമം മാറിയല്ലോ. സർജറി വേണ്ടവർക്ക് ലാ ഡെൻസിറ്റി വന്ന് സർജറി ചെയ്യാം, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഇനി അതല്ലാത്തവർക്ക് വിഗും ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.